കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം. പച്ച തേങ്ങ അരച്ച് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയും ഇനി ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ടേസ്റ്റി കറിയാണ് ഇത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അതിനായിട്ട് കൂർക്കയാണ് വേണ്ടത്. ചെറിയ കൂർക്കയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞെടുക്കണം. തോല് കളയാനുള്ള എളുപ്പമാർഗ്ഗമൊക്കെ ഞാൻ ചാനലിൽ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇളയ കുറുക്കയാണ്, ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലൊന്നും ഇടുന്നില്ല കേട്ടോ, ചട്ടിയിൽ തന്നെ ഇട്ടിട്ടാണ് വെക്കണേ. ഇനി അതിലേക്ക് ഒരു പകുതി തക്കാളിയുടെ കഷ്ണം, എരിവുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുറുക്കയിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിലുള്ള ഉപ്പും കൂടി ചേർക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഇനി ഒരു അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളു മുളക് പൊടി മതി. നമുക്കിതിന് എരിവിന് പച്ചമുളക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയെടുത്തു. അതിലേക്ക് നല്ല ജീരകം അല്പം ചേർത്ത് കൊടുക്കാം. ഒരല്പം നല്ല ജീരകം കഴുകി വൃത്തിയാക്കി ഇട്ടതാണ്. ഇനി വേണ്ടത് 1-2 പച്ചമുളക്. എരിവ് നോക്കിയിട്ടിടണം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് മതിയല്ലോ. നല്ല അത്യാവശ്യം എരിവ് ഇരുന്നോട്ടെ. ഒരു വെളുത്തുള്ളി അല്ലി ഒരെണ്ണം മതി, അധികമൊന്നും ഇടണ്ട. പിന്നെ ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. അത്യാവശ്യം 3-4 ചെറിയ ഉള്ളി. ഇത് വലുതായതുകൊണ്ട് 4 ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അരവിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോഴേക്കും കൂർക്കയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കത് വെന്ത് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ചെറിയ കൂർക്കയാണ്, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നല്ലപോലെ വെന്ത കൂർക്കയിലേക്ക് നമുക്കിതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് ഗ്രേവിയാക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറുകിയ ജാറിലാണ് ഇത് എപ്പോഴും നല്ലത്. ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കൊന്ന് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം അരപ്പിൻ്റെ. എന്നിട്ടൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ, ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണേ. ഇനി ഈ കറി ഒന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. അല്പം വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും ചെറിയുള്ളിയും നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഒഴിച്ച് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചെടുത്താൽ നല്ലൊരു സ്വാദ് കിട്ടും. കറിയിലേക്ക് ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി കുറുകി വരട്ടെ. ഒരല്പ സമയം വെച്ചിരുന്ന സൂപ്പറായിട്ടുള്ള കൂർക്ക കറിയാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയണേ.